ഇന്ന് രാവിലെ ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് മനോരമ കിട്ടി. പെട്ടെന്ന് ഞാനൊന്ന് ഓടിച്ചു. എൻ്റെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെട്ടത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു 2 കുഞ്ഞുങ്ങൾ ഒരു വീട്ടിൻ്റെ മുമ്പിലിരുന്ന് അനാഥമായിട്ടുള്ളൊരു ഭവനം, ആ ഭവനത്തിൻ്റെ ചിത്രമാണ് എൻ്റെ മുമ്പിൽ കണ്ടത്. എൻ്റെ പേര് ഞാൻ ഓർക്കും, ഞാൻ കുറിച്ചുകൊണ്ട് വന്നതാണ്. 2 കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളുണ്ട്. മന്ന ആൻഡ് ഏലിഷ്, 2 കുഞ്ഞുങ്ങളുടെ പേരാണ് മന്ന ആൻഡ് ഏലിഷ്. നിങ്ങൾ വീട്ടിൽ പോയി ആ പേപ്പറൊന്ന് വായിച്ചു നോക്കണം. 2 ഡിഫറൻ്റ്ലി ചലഞ്ചഡായിട്ട് കുഞ്ഞുങ്ങൾ. അവരുടെ 2 മാതാപിതാക്കൾ രോഗികളാണ്. അവർക്ക് വീട് വേണം, ഭക്ഷണം വേണം. ഇതാ മനോരമ എഴുതിയിരിക്കുന്നത്. അവർക്ക് വീടും വേണം, ഭക്ഷണം വേണം. സമൂഹത്തോടുള്ള പ്രതിബദ്ധത എന്താണ്? കേവലം വാർത്ത വായിച്ച് വിടുക എന്നുള്ളതല്ല. അതാണ് ഇന്ന് എൻ്റെ ഗോള്, എൻ്റെ ലക്ഷ്യം. ഞാൻ വിചാരിച്ചു, ഞാൻ പേപ്പർ വായിച്ചപ്പോൾ കേവലം അത് വായിച്ച് തള്ളുകയല്ല, അവർക്ക് വീട് ഒരുക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം, അവർക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം. ഞാൻ വരുന്ന വഴിക്ക് വാകത്താനത്താണ് ഈ സംഭവം. വാകത്താനത്തിന് വികാരി അച്ഛനെ വിളിച്ചു. അച്ഛനോട് പറഞ്ഞു, അച്ഛാ ട്രസ്റ്റിയെ പറഞ്ഞയക്കണം, മനോരമയിൽ കണ്ട് ഈ വീട് എവിടെയാണെന്ന് അന്വേഷിക്കണം. നമുക്ക് നിവൃത്തിയുണ്ടെങ്കിൽ ഈ വീടിന് ഒരു താമസയോഗ്യമായ വീട് വെച്ച് കൊടുക്കണം. ഭദ്രാസനത്തിൽ വന്നിട്ട് ഒരു പ്രോജക്റ്റ് ഞാൻ ആരംഭിച്ചില്ല. പക്ഷേ ഇന്നൊരു പ്രോജക്റ്റ് ഇവിടെ ലോഞ്ച് ചെയ്യുക. മാങ്ങാനം പള്ളിയിൽ വെച്ച് ലോഞ്ച് ചെയ്യുക. മനസ്സെന്നാണ് ഇതിൻ്റെ പേര്, മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. വീടില്ലാത്തവൻ്റെ വീട് കണ്ടപ്പോൾ മനസ്സലിയുന്നൊരു കർത്താവ്, വിശന്നവൻ്റെ ഈ കുഞ്ഞുങ്ങളുടെ വിശപ്പ് കണ്ടപ്പോൾ മനസ്സലിയുന്നൊരു കർത്താവ്. ഇതാണ് സാമൂഹിക പ്രതിബദ്ധത. അതിനാണ് ഈ ഇടവകയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് മാങ്ങാനം ഇടവകയിൽ വെച്ച് ഭദ്രാസനത്തിൻ്റെ ഒരു പ്രോജക്റ്റ്. ഇന്നലെ കൗൺസിലൊക്കെ ഉണ്ടായിരുന്നു. കൗൺസിലൊന്നും ഞാൻ ആലോചിച്ചില്ല. ഇന്ന് മനോരമയാണ് എൻ്റെ പ്രോജക്റ്റിൻ്റെ മുമ്പിൽ തന്നിരിക്കുന്നത്. ഭദ്രാസനത്തിൻ്റെ ഒരു പ്രോജക്റ്റായിട്ട് ഇന്ന് തുടങ്ങുകയാണ്. മനസ്സ് എന്ന് പറയുന്നൊരു പ്രോജക്റ്റ്, മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. കുഷ്ഠരോഗിയെ കണ്ടപ്പോൾ എനിക്ക് മനസ്സുണ്ടെന്ന് ശുദ്ധമാകാമെന്ന് പറഞ്ഞ കർത്താവ്, ആ കർത്താവിന് മനസ്സ് നമ്മളിലേക്ക് പകർന്ന് നമ്മുടെ ഭദ്രാസനം ആരംഭിക്കുന്നു. മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, മനസ്സ് എന്തിനെന്ന് ചോദിച്ചാൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ, വാർത്താമാധ്യമങ്ങളിലൂടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന അർഹമായിട്ടുള്ള ആവശ്യക്കാരുടെ ആവശ്യങ്ങളോട് നമ്മുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്നത് ചെയ്യുന്നൊരു പ്രോജക്റ്റാണ്. അതുകൊണ്ട് ആദ്യത്തേത് ഈ കുഞ്ഞുങ്ങൾക്ക് കഴിയുമെങ്കിൽ വീട് വെച്ചു കൊടുക്കാനാണ്. മാങ്ങാനം ഇടവക നല്ല